വെറും 20 മിനിറ്റ് കൊണ്ട് ഒരു കിഡിലൻ തായ് സ്റ്റൈൽ പാക്രാപ്പാവിന്റെ റെസിപ്പി ചെയ്താലോ നമുക്ക്. അത് നല്ല ഗ്രൗണ്ട് ലാമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കിഡിലൻ റെസിപ്പി ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൗണ്ട് ബീഫോ ഗ്രൗണ്ട് പോർക്കോ ഉപയോഗിക്കാം കേട്ടോ. അതും കിട്ടിയില്ലെങ്കിൽ ഗ്രൗണ്ട് ചിക്കൻ ഉപയോഗിക്കാം കേട്ടോ. ലെറ്റ്സ് ഗോ. ഞാനിവിടെ 7 വെളുത്തുള്ളിയും 5 തൈറോയ്ഡ് ചില്ലിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ചതച്ചരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് പകുതി സവാള ചെറുതായിട്ട് ഡൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചതച്ച വെളുത്തുള്ളി മുളക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 20 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 500 ഗ്രാം ഗ്രൗണ്ട് ലാമ്പ് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫിഷ് സോസ്, 1 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ്, 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്ക് നല്ലോണം ഇളക്കി ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നല്ലോണം ഇളക്കി കഴിയുമ്പോൾ ഇതേ ലാമ്പിൽ നിന്നൊക്കെ ഇതേപോലെ വെള്ളം വരും കേട്ടോ. ഇനി കുറച്ച് തായ് ബേസിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. തായ് ബേസിൽ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇറ്റാലിയൻ ബേസിലാണ് ഇടുന്നത്. അപ്പൊ ഇതിന്റെ ജലാംശം ഒക്കെ വറ്റി കഴിയുമ്പോൾ നമ്മുടെ ഐറ്റം റെഡി. പിന്നെ പ്ലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ജാസ്മിൻ റൈസ് ഇട്ട് കൊടുക്കാം. അതിന്റെ മേളിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ പാക്രോപ്പാവ് ഇട്ട് കൊടുക്കാം. കുറച്ച് അധികം എണ്ണയിൽ പൊരിച്ചെടുത്ത ബുൾസയും അതിന്റെ മേളിൽ ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വോക്ക് ഉണ്ടായിരുന്നെങ്കിൽ കിഡിലൻ ടേസ്റ്റിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ കിച്ചണിൽ അതിനുള്ള സെറ്റപ്പ് ഇല്ല. വോക്ക് ഇല്ല എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാൻ ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഉള്ളത് പറയാലോ, നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അതേപോലത്തെ ഒരു ഐറ്റം ഉണ്ട്. വിവിധം എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ടാക്കിയ ഈ റെസിപ്പിയാണ്. അപ്പൊ തന്നെ അറിയാലോ, നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ ഇട്ടോ. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.